പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ വിക്രമാണെങ്കിൽ ഒളിച്ചിരുന്ന് സാബുവിനെ ആക്രമിക്കുകയാണ്. സാബുവിന് നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ സാബു ആണെങ്കിൽ വിക്രത്തിൻ്റെ മുറിവുള്ള കാലിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. വിക്രമാണെന്ന് സാബുവിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലെ പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷേ വിക്രമാണെങ്കിൽ സാബുവിനെ ചവിട്ടി ഒരു പരുവാക്കുന്നുണ്ട്. ആ കമ്പ് വെച്ച് സാബുവിൻ്റെ കാലിലും കയ്യിലൊക്കെ നല്ല അടി വെച്ച് കൊടുക്കുന്നു. എണീക്കാൻ പറ്റാത്ത പരുവത്തിലാക്കിയിട്ടിട്ട് വിക്രം അങ്ങ് പോവുകയാണ്. അക്ഷിതയാണെങ്കിൽ വിക്രത്തെയും കാത്ത് അവിടെ നിൽക്കുകയാണ്. ചെല്ലുന്ന വിക്രത്തെടുത്ത് ചോദിക്കുകയാണ്, ആരെങ്കിലും കണ്ടോ വിക്രം? ഇല്ല ഇല്ല, എന്നെ ആരും കണ്ടിട്ടില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ഇഷിത ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇഷിതയും വിക്രവും കൂടെ നേരെ വേദയുടെ വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. വേദയാണെങ്കിൽ വിക്രത്തെയും കാത്തിരിക്കുകയാണ്. മെയിൻ സ്വിച്ച് ഓഫാക്കി വിക്രത്തെയും കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇഷിതയും വിക്രവും കൂടെ അങ്ങോട്ട് എത്തുന്നത്. വിക്രത്തിനാണെങ്കിൽ നടക്കാൻ വയ്യാത്തൊരു പരുവത്തിലായിട്ടാണ് വിക്രം വരുന്നത്. ഇഷിതയാണെങ്കിൽ പിടിച്ചിറക്കുകയാണ്. വേദയാണെങ്കിൽ പതുക്കെ അകത്തോട്ട് കയറി വരണമെന്ന് വിക്രത്തിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. പക്ഷേ വിക്രത്തിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ നടന്നു വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇഷിതയാണെങ്കിൽ വേദയെ വിളിച്ചിട്ട് പറയാണ്, നീ ഇങ്ങോട്ട് പുറത്തോട്ട് പോവാ, വിക്രത്തിന് തന്നെ നടക്കാൻ പറ്റത്തില്ല, ആരുടെയെങ്കിലും ഒരു സഹായം വേണമെന്ന് പറയാണ്. അങ്ങനെ വേദ ആരും കാണാതെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിച്ചിട്ടാണ്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തെ കാണുമ്പോൾ ഉടനെ ചെന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇഷിത പറയാണ്, പെട്ടെന്ന് തന്നെ അകത്തേക്ക് കൊണ്ടുപോകും, ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ട, ഞാൻ പോവുകയാണെന്ന് പറയാണ്. അങ്ങനെ ഇഷിത അങ്ങ് പോവുകയാണ്. വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ കൈ എടുത്ത് തോളയിലിട്ട് പതുക്കെ വിക്രത്തെ പതുക്കെ നടത്തിച്ച് മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ആരും കാണാതെ വേദ വിക്രത്തെ മുറിയിലെത്തിച്ച് എത്തിക്കഴിഞ്ഞ് വേദ താഴേക്ക് നോക്കുമ്പോൾ താഴെ നിറച്ച് ചോര. വിക്രത്തിൻ്റെ ആ മുറിവിൽ നിന്ന് ചോര വന്നു തുടങ്ങി. അത് കണ്ട വേദ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. വേദ പറയാണ്, എന്താ വിക്രം ഇത്? ഏയ് ഒന്നുമില്ല, എന്താ കാര്യം എന്നോട് പറ എന്ന് പറയാണ്. അപ്പം ഞാനാണെങ്കിൽ ആ സാബു പോലീസിനെ ഒന്ന് കണ്ട്. അപ്പോഴത്തേക്ക് വേദ ഞെട്ടുകയാണ്. എന്താ ഈ പറയുന്നത്? അച്ഛനെ ഉപദ്രവിച്ച് അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഇപ്പോൾ അവന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൻ വീണ്ടും എൻ്റെ വീട്ടിൽ കയറി ഇതൊക്കെ തന്നെ ചെയ്യും. എന്നെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരിക, അതാണ് അവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് നീ വിചാരിച്ച ഒരിക്കലുമില്ല. അവൻ ഇനിയും വീട്ടിൽ വന്ന് അച്ഛനെയും ചേട്ടന്മാരെയും കൊണ്ടുപോയി ഉപദ്രവിക്കുമെന്ന് വിക്രം പറയാണ്. അതിനെ അവനൊരു മറുപടി കൊടുത്തതെന്ന് പറയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പിടിവലിക്കിടയിൽ അവൻ എൻ്റെ കാലെ പേറി പിടിച്ച്, അങ്ങനെ ആ മുറിവൊന്ന് കൂടുതൽ പ്രശ്നമായി. അതായത് ഈ ചോര വരുന്നതെന്ന് വിക്രം പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. നിങ്ങളെങ്ങാനും അയാളുടെ കൈ കിട്ടിയായിരുന്നെങ്കിൽ അയാൾ വെറുതെ വെച്ചേക്കത്തില്ല, അയാൾ പിന്നെ പുറം ലോകം കാണിക്കത്തില്ല എന്ന് വേദ പറയുകയാണ്. പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ വിക്രത്തിനെന്ന് വേദ ചോദിച്ച്. അപ്പം വിക്രം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പോയി വേദ മുറിവ് വൃത്തിയാക്കാനും കെട്ടിവെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. വിക്രത്തിൻ്റെ കാലെടുത്ത് തോളയിലേക്ക് വെച്ച് ആ മുറിവ് ഇങ്ങനെ പതുക്കെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് വിക്രം ഇങ്ങനെ ഒരു സന്തോഷത്തോടെ അതേപോലെ ഒരു ഞെട്ടലോടെ വേദ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പം വേദ ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, നീ എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം വേദ ചോദിക്കുകയാണ്, അതെന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അല്ല, നീ ഇത്ര റിസ്ക് എടുത്ത് എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതേപോലെ തന്നെ എന്നെ അത്ര നന്നായിട്ട് പരിചരിക്കുന്നു, അതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. ഞാൻ ഇന്ന് വരെ നിന്നോട് ഒരു സ്നേഹത്തോടെ പെരുമാറുകയോ അല്ലെങ്കിൽ ഞാൻ നിന്നൊരു ഭാര്യയായിട്ട് നിന്നെ ചേർത്ത് നിർത്തുകയോ ചെയ്തിട്ടില്ല എന്ന് വിക്രം പറയാണ്. അപ്പം വേദ പറയാണ്, അത് വിക്രത്തിനല്ലേ, എനിക്കെന്നും നിങ്ങളെൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ നിങ്ങളെ സ്നേഹിച്ചായിരുന്നു. പിന്നല്ലാതെ ഇത്രയും കാലം ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ കഴിഞ്ഞ്? ആദ്യമൊക്കെ നിങ്ങളോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ ആ ദേഷ്യമൊക്കെ മാറി പതുക്കെ പതുക്കെ ഇഷ്ടമായി മാറി. അതുകൊണ്ടല്ലയോ ഞാൻ നിങ്ങളെ കൈവിടാതെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം വിക്രം ചോദിക്കണം, അപ്പം നീ എനിക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചതോ? അപ്പോഴത്തേക്ക് വേദ വിഷമത്തോടെ പറയാണ്, അതിൽ പിന്നിലൊരു കഥയുണ്ട്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്യേണ്ട വന്നത്. പക്ഷേ അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അതിൽക്കൊക്കെ വിപരീതമായ കാര്യങ്ങളാണ് നടന്നതെന്ന് പറയണം. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, അതെന്താ കാര്യം? അപ്പോൾ വേദ പറയണം, അതൊക്കെ പിന്നെ പറയാം. എന്തായാലും ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ, ഇനി കാര്യങ്ങളൊക്കെ പറയാം എന്ന് വേദ പറയണം. അങ്ങനെ ആ മുറിവൊക്കെ വൃത്തിയാക്കുകയാണ്. അപ്പോഴത്തേക്ക് താഴെ നിറച്ച് ചോരയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദ പറയാണ്, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ, ആരെങ്കിലും യാദൃശ്ചികമായി ഈ മുറിയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമെന്ന് പറയാണ്. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് താഴെയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. വിക്രം ഇതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് വേദ വിക്രത്തിനോട് ചോദിക്കുകയാണ്, ആ സാബുവിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? അപ്പം വിക്രം പറയാണ്, അവന് കൊടുക്കേണ്ടതെല്ലാം ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നാളത്തേക്ക് അവൻ ഈ പോലീസ് പണിയും കൊണ്ട് നടക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ആരെങ്കിലും നിങ്ങളെ കണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാന്? ആരും കാണത്തില്ല, ആരും കണ്ടതുമില്ല എന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ വിക്രത്തെ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ അച്ഛനും അമ്മയും
പിന്നെ ഈ ഞാനുമൊക്കെ എങ്ങനെ സഹിക്കും എന്ന് വേദ വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ വിക്രം പറയുകയാണ്, നിനക്കും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ വിഷമം ഉണ്ടല്ലേ? അപ്പോൾ വേദ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ നിന്നൊക്കെ രക്ഷിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും റിസ്ക് എടുത്ത് എൻ്റെ കൂടെ ഈ മുറി താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് വേദ ഭയങ്കര വിഷമത്തോടെ വിക്രത്തിനോട് പറയാണ്. അപ്പം വിക്രം പറയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞേ വേദാളം, നീ എൻ്റെ കൂടെ എന്തിനും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായെന്ന് വിക്രം പറയണം. അപ്പോൾ വേദ പറയാണ്, ഇനി എന്ത് വന്നാലും ആ വാസവൻ്റെ ആൾക്കാർക്കും ആർക്കും ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. എന്തായാലും ചാവാൻ വേണ്ടി എന്തായാലും നിങ്ങളെ ഞാൻ ഇനി വിട്ടുകൊടുക്കത്തില്ല എന്ന് വേദ പറയണേ. ഇത് കേൾക്കുമ്പോൾ വിക്രം ഒരു സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ സാബു ഹോസ്പിറ്റലായി. ആ വിവരം ചന്ദ്രശേഖർ അറിയുന്നുണ്ട്. ചന്ദ്രശേഖർ ഉടനെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ രാവിലെ തന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ആ സാബു എസ് ഐ സാബു ഉണ്ടല്ലോ, അയാൾ ഹോസ്പിറ്റലാണ്. അയാൾക്ക് എന്ത് പറ്റി? അല്ല, അയാൾ ഇന്നലെ രാത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ വിക്രത്തിൻ്റെ അച്ഛനും ചേട്ടന്മാരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നല്ല അടി കൊടുത്തില്ലേ, അതിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോയ വഴിയിൽ എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. ആക്സിഡൻറ്റോ? ആ, റോഡിൽ കിടന്ന് ആരൊക്കെ കണ്ട് ഹോസ്പിറ്റലാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണം, അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൈയും കാലുമൊക്കെ ഒടിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇനി ഇപ്പോഴെങ്ങും അയാൾക്ക് ഡ്യൂട്ടിയിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, അത് നമുക്ക് ഭയങ്കര തട്ടുകേടാണല്ലോ. അയാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാശ് കൊടുത്തോണ്ടിരുന്നാൽ മതി, നമ്മൾ പറയുന്നതല്ല അയാൾ ചെയ്യുമായിരുന്നു. ചന്ദ്രശേഖർ പറയാണ്, അത് ശരിയാണ്, പക്ഷേ അയാൾക്ക് ഇപ്പോഴെങ്ങും ഡ്യൂട്ടിയിലേക്ക് കയറാൻ പറ്റത്തില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, അയാളെ കണ്ട് കൂടുതൽ വിവരങ്ങൾ തിരക്കണം എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. അപ്പം ശരിയെന്നും പറഞ്ഞ് ചന്ദ്രശേഖരൻ ഫോൺ വെക്കുന്നുണ്ട്. ശ്രീകാന്ത് ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വിക്രം സാബുവിന് നല്ല പണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ശ്രീകാന്ത് ഒന്നും അറിയാതെ ശ്രീകാന്തിൻ്റെ വീട്ടിൽ തന്നെ വിക്രവും സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട്.